ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 5 മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു MBBS സീറ്റ് ഉറപ്പാണ്. ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലക്ക്. നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ സാധാരണ വരുത്തുന്ന 5 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഒന്നാമത്തേതും പഠിച്ചാൽ മാത്രം മതി എന്ന തോന്നലാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ തോന്നലാണ് പഠിച്ചാൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടുന്നുള്ളത്. അല്ല, നമ്മുടെ ഈ കോമ്പറ്റീഷൻ്റെ ലെവൽ എന്തായാലും അറിഞ്ഞേ പറ്റും. നമ്മൾ ചിലപ്പോൾ ഇതുവരെ ഫുൾ A+ വാങ്ങിയവരാവാം, 1200-ൽ 1200 വാങ്ങിയവരാവാം, +1 +2 നല്ല മാർക്കുള്ളവരാകാം. പക്ഷേ നീറ്റിന് നല്ലൊരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ പണ്ട് നമ്മൾ ചെയ്ത പോലെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക, ഒരുപാട് പഠിക്കുക മാത്രം പോരാ. ക്വസ്റ്റ്യൻസുമായുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങൾക്കൊരു MBBS സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നുവോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. ദിവസവും ഒരു 2-3 മണിക്കൂറെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവിങ്ങിനായി മാത്രം മാറ്റിവെക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വർഷം ഒരു MBBS സീറ്റ് സ്വപ്നം കാണാം. രണ്ടാമതായ മിസ്റ്റേക്ക് എക്സ്ട്രാ ബുക്കുകളുടെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. നമ്മൾ നീറ്റിൽ എഴുതുന്ന 3 സബ്ജക്റ്റുകളുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് NCERT ആണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ബയോളജിയിൽ ഫുൾ മാർക്ക് മേടിക്കാൻ NCERT ഈസ് മോർ ദാൻ എനഫ്. NCERT തന്നെ നമ്മൾ പ്രോപ്പറായി പഠിക്കുന്നില്ല. അതിലെ ഓരോ ലൈനും ഒരു ആൻസറാണ്. ആ ഓരോ ലൈനിനോടും നിങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. എങ്ങനെ ബയോളജി പഠിക്കാം, എങ്ങനെ ബയോളജിയിൽ ഫുൾ മാർക്ക് നേടാം എന്ന 2 വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും, അത് പോയി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നീറ്റിന് NCERT ധാരാളമാണ്. അതല്ലാതെ അനാവശ്യമായി നിങ്ങൾ സപ്ലിമെൻ്ററി ബുക്കുകൾ, സ്പെഷ്യൽ ബുക്കുകൾ, എക്സ്ട്രാ ബുക്കുകൾ ഒന്നും വാങ്ങി നിങ്ങളുടെ പൈസയും കളയണ്ട, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും കോൺസെൻട്രേഷനും കളയണ്ട. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒതുക്കുക. അത് എത്ര തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ടെക്സ്റ്റ് ബുക്കിനെ റിവൈസ് ചെയ്യുക. അതിൽ ഓരോ വരികളും ഓരോ ഡയഗ്രവും ആ ഡയഗ്രത്തിൻ്റെ അടിയിലെ കുറിപ്പടക്കം നിങ്ങൾക്ക് എന്തായിരിക്കണം, മനഃപ്പാഠമായിരിക്കണം. കാരണം അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ നേരിട്ടുണ്ട്. കഴിഞ്ഞ നീറ്റിനടക്കം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ആരോഗ്യത്തെ മറക്കലാണ്. ഒരുപാട് പേര് ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യില്ല. അതായത് ഉറക്കം നഷ്ടപ്പെടുത്തും, ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. പോഷകങ്ങളുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഫുഡ് കഴിക്കണം എന്നല്ല, അനാവശ്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതാണെങ്കിൽ ഒരുപാട് അളവിലൊന്നും കഴിക്കരുത്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഉറങ്ങാൻ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നേരെ ഉണ്ടാവുള്ളൂ. പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഫുഡിനോളം ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് സ്ലീപ്പ്. എല്ലാവരും പറയും ഞാൻ കുറച്ചും കൂടി പഠിക്കാം, എന്നാൽ പിന്നെ കുറച്ച് ഉറങ്ങിയാൽ മതി, കൂടുതൽ പഠിക്കാമല്ലോ. അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? സ്ലീപ്പാണ്, ഉറക്കമാണ്. അതുകൊണ്ട് ഉറക്കം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉറക്കവും ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു പനി മതി, ഒരു ചെറിയ രോഗം മതി നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് ആകെയുള്ള 4-5 മാസങ്ങളിൽ നമ്മളെ തളർത്തിക്കിടത്താൻ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ എന്ത് കഴിക്കുന്നു, എത്ര നേരം ഉറങ്ങുന്നു, എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാർ എത്ര മണിക്കൂർ ഞാൻ ഉറങ്ങണം? അങ്ങനെ പ്രത്യേകിച്ച് മണിക്കൂറുകളൊന്നും നമ്മളെവിടെയും പറയാറില്ല. 6 മുതൽ 7 എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നിങ്ങൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എനർജിയോടെ ഫീൽ ചെയ്യുന്ന ആ ഒരു അത്രയും ഡ്യൂറേഷൻ നിങ്ങൾ ഉറക്കത്തിന് വേണ്ടി കൊടുക്കുക. ഒരു 6 to 7 ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് നമ്പർ പറയാൻ പാടില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായ, നിങ്ങളുടെ ഇപ്പോൾ ഒരു കോളേജിലാണ് അല്ലെങ്കിൽ ഒരു സെൻറ്ററിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്ററുമായി ഒത്തുപോകുന്ന ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, പ്രോപ്പർ സമയത്ത് ഉറങ്ങുക, പ്രോപ്പർ സമയത്ത് എഴുന്നേൽക്കുക. നാലാമതായിട്ടുള്ള കാര്യം ഡൗട്ട് ചോദിക്കാനുള്ള മടിയാണ്. അതായത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കാം, ഓൺലൈൻ ആയിരിക്കാം. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം. അയ്യോ ഇതെനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാനിത് ചോദിച്ചാൽ സാർ എന്താ വിചാരിക്കുക, ഞാൻ വളരെ പൊട്ടനാണെന്ന് വിചാരിക്കുമോ? വളരെ തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവുന്നത്. അത് മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു ഫേസിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചാപ്റ്ററൊക്കെ ആദ്യമായിട്ട് വായിക്കുമ്പോൾ ഫസ്റ്റ് റീഡിംഗ് എന്നാണ് പറയുക, ആ ഒരു ഫേസിലാണെങ്കിൽ മാക്സിമം ഡൗട്ടുകൾ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫിസിക്സിലൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകാം, ഫാക്കൽറ്റിയോട് ചോദിക്കുക. സാർ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സാർ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 4-5 മിനിറ്റ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് 1 മിനിറ്റിൽ സോൾവ് ചെയ്യുക സാറേ? അതിൻ്റെ എളുപ്പ വഴി എന്താണ്? സാർ ഇതിൻ്റെ മാത്സിൽ എങ്ങനെയാണ്? എൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇതിൽ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് സാറേ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള സംശയങ്ങളൊക്കെ നിരന്തരമായി എന്ത് ചെയ്യുക, നിങ്ങൾ അധ്യാപകരോട് ചോദിക്കുക. ആൻഡ് 5ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മിസ്റ്റേക്ക്. റിവിഷൻ
ചെയ്യാതിരിക്കുക. അതായത് ഒരിക്കൽ പഠിക്കുക, പിന്നെ മറക്കുക. അതല്ല ഇവിടുത്തെ പരിപാടി. പഠിക്കണം, ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് മക്കളെ 80 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 80 ചാപ്റ്റേഴ്സും എക്സാം അടുപ്പിച്ച് ആ ഒരു മാസം ഉണ്ടല്ലോ, അവസാനത്തെ ഒരു മാസവും അവസാനത്തെ 10 ദിവസവും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാദ്യമേ അത് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഷോർട്ട് നോട്ടും മറ്റും ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ അവസാനത്തെ ഒരു മാസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് റിവൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ പണ്ട് പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ട്, അത് ഞാൻ എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? ഐഡിയലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളിത് റിവൈസ് ചെയ്യണം. പിന്നീട് ഒരു 3 ദിവസമോ 5 ദിവസമോ കഴിഞ്ഞിട്ട് നിങ്ങളത് റിവൈസ് ചെയ്താൽ മതി. പക്ഷേ ഒരു 15 ദിവസത്തിനപ്പുറം റിവിഷൻ ചെയ്യാതെ ഒരു ചാപ്റ്റർ നിങ്ങൾ കൈവിട്ട് പോകരുത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒരുപാട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാകാം. പറ്റുമെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? അതിന് റിവൈസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളേക്ക് സാറേ എങ്ങനെ റിവൈസ് ചെയ്യണം? വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് വായിക്കണം. രണ്ടാമത്തെ റീഡിംഗ് ആണെങ്കിൽ ടെക്സ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. മൂന്നാമത്തെ റീഡിംഗ് ഒക്കെ തൊട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊരു റിവിഷനാണ്. ആ ഒരു ചാപ്റ്ററിൻ്റെ നീറ്റ് PYQ, ആ ചാപ്റ്ററിൻ്റെ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ, ആ ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ഒക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. സാറേ എങ്ങനെയാണ് സാറേ റിവൈസ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നീറ്റിൻ്റെ PYQ നിങ്ങൾ ആദ്യം ചെയ്യുക, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത്. പിന്നീട് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കളെ, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നീറ്റിന് MBBS സീറ്റ് ഉറപ്പാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് താഴെ കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും കൂടി താഴെ പറയാം. അതൊക്കെ നമ്മൾ നോക്കി വീഡിയോ ഇടുന്നതായിരിക്കും. ആൻഡ് ആസ് ഓൾവേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്